തിരുവമ്പാടി സെക്ഷൻ ഓഫീസിൽ അതിക്രമം കാണിച്ചതിൽ നടപടിയുമായി KSEB. യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മൽ യൂസയുടെ വൈദ്യുത ബന്ധം വിച്ഛേദിച്ചു. KSEB MDയുടെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരവിറക്കിയത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ മർദ്ദിക്കുകയും ഓഫീസ് അടിച്ചു തകർക്കുകയും 3 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തതിനാണ് നടപടി. സിനോജ് തോമസ് നൽകും കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട്ട് നിന്ന്. സിനോജ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് അവിടെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്? സുജയ പാർവതി, അപൂർവമായ ഒരു നടപടിയാണ്. കാരണം KSEB ഓഫീസ് തകർത്തു, അവിടുത്തെ ജീവനക്കാരെ മർദ്ദിച്ചു എന്നാരോപിച്ചുകൊണ്ട് ഒരു വീടിൻ്റെ വൈദ്യുതി ബന്ധം തന്നെ വിച്ഛേദിക്കാൻ വേണ്ടി KSEB MD നിർദ്ദേശം നൽകി. അങ്ങനെ തിരുവമ്പാടി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. അതായത് ഈ അജ്മൽ അവിടുത്തെ തിരുവമ്പാടിയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്. അജ്മലും സഹോദരനും കൂടെ പോയിട്ടാണ് തിരുവമ്പാടി ഓഫീസിൽ പ്രശ്നമുണ്ടാക്കിയത്. പക്ഷേ അവരുടെ വീടിൻ്റെ കണക്ഷൻ എടുത്തിരിക്കുന്നത് അവരുടെ പിതാവിൻ്റെ പേരിൽ റസാക്കിൻ്റെ പേരിലാണ് ഈ കണക്ഷൻ എടുത്തിരിക്കുന്നത്. റസാക്കിനാണ് ഇപ്പോൾ KSEB നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രതികാര നടപടി ാണെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. അതായത് ഈ അക്രമം കാണിച്ചത് അല്ലെങ്കിൽ ശിക്ഷാ നടപടി നേരിടേണ്ടത് അജ്മലും സഹോദരനുമാണ്. പൊതുമുതൽ നശിപ്പിച്ചാൽ അതിന് നിയമ നടപടി നേരിടട്ടെ. പക്ഷേ വീടിൻ്റെ വൈദ്യുതി കണക്ഷൻ എന്തുകൊണ്ട് റദ്ദാക്കിയെന്നാണ് യൂത്ത് കോൺഗ്രസ് ചോദിക്കുന്നത്. ഏതായാലും KSEB ഓഫീസിൽ നഷ്ടം വരുത്തിയിരിക്കുന്നു. ഓഫീസ് തല്ലി തകർത്തിരിക്കുന്നു, മേശ തകർത്തു, അവിടെയുള്ള കമ്പ്യൂട്ടറുകൾ തകർത്തു, അവിടുത്തെ ജീവനക്കാരുടെ മൊബൈൽ ഫോൺ തകർത്തു, അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരിക്ക് പറ്റുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കറി ഒഴിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. അതിൻ്റെ പ്രതികരണങ്ങളും രാവിലെ വന്നതാണ്. അതുകൊണ്ടാണ് KSEB MD ഇങ്ങനൊരു നിർദ്ദേശം നൽകുകയും ഇങ്ങനൊരു ഉത്തരവിറക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ഉത്തരവിനെ നിയമപരമായി നേരിടുമെന്നാണ് യൂത്ത് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അജ്മലും KSEB തമ്മിൽ തർക്കമുണ്ടായിരുന്നു. കാരണം അജ്മലിൻ്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി ബില്ല് കുടിശ്ശികയായി. ആ ബില്ല് അടയ്ക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. അങ്ങനെ പലതവണ വാണിംഗ് നൽകിയ ശേഷമാണ് ഈ വൈദ്യുതി ബില്ല് അടയ്ക്കുന്നത്. ആ ബില്ല് അടയ്ക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു. ആ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ പോയ സമയത്താണ് തർക്കമുണ്ടാകുന്നത്. തുടർന്ന് ഇന്ന് രാവിലെ KSEB ഓഫീസിലെത്തി ഈ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഏതായാലും അജ്മലിനെയും സഹോദരനെയും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. സുജയ. ഓക്കെ, സിനോജ് തോമസ് ആണ് ക്വിക്ക് അപ്ഡേറ്റുമായി നമുക്കൊപ്പം എത്തിയത്.